മലപ്പുറം തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഒന്നാം നിലയിൽ നിന്ന് താഴേക്ക് വീണ നഴ്സിന് ഗുരുതര പരിക്ക്. ജില്ലാ ആശുപത്രിയിലെ നഴ്സ് മിനിക്കാണ് പരിക്കേറ്റത്. മുബഷീർ പി അക്ബർ നൽകും വിവരങ്ങൾ. മുബഷീർ, എങ്ങനെയാണ് അപകടമുണ്ടായത്? വിനീത വേണു, ഇന്ന് ഉച്ചയ്ക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. മലപ്പുറം തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഇത്തരത്തിൽ നിർമ്മാണം പൂർത്തിയായ ഒരു കെട്ടിടത്തിലേക്ക് ആശുപത്രിയിലെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച തിരൂർ ജില്ലാ ആശുപത്രിയിൽ നടന്നിരുന്നു. അതിന്റെ ഭാഗമായി ഹെഡ് നഴ്സും അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്രണ്ടും ഈ ഒരു കെട്ടിടത്തിലെത്തി പരിശോധന നടത്തിയ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഹെഡ് നഴ്സായ മിനി, ചാലക്കുടി സ്വദേശിയായ മിനിക്ക് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത്. ഈ ഒരു നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിൽ ഇത്തരത്തിൽ രണ്ടാം നിലയിലെത്തി പരിശോധന നടത്തുകയും അവിടെ പൂട്ടിയിരുന്നൊരു ഡോറ് തുറന്ന് പരിശോധിച്ച ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി താഴേക്ക് ഇവർ പതിച്ചു വീണത് എന്നാണ് ദൃക്സാക്ഷികൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു ഡോർ അടഞ്ഞു കിടക്കുകയായിരുന്നു. അത് പൂട്ടി ഭദ്രമായി ആ ഒരു മേഖലയിൽ അടഞ്ഞു കിടക്കുന്ന ആ ഒരു ഡോറ് തുറക്കുകയും അപ്രതീക്ഷിതമായി ആ ഒരു ഭാഗത്ത് നിലമില്ലാത്തതിനാൽ താഴേക്ക് അപ്രതീക്ഷിതമായി വീണു എന്നാണ് ദൃക്സാക്ഷികളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. നിലവിൽ ഇവർ കോട്ടക്കൽ മിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ ഇവരുടെ ആരോഗ്യനില അത്യാവശ്യം ഗുരുതരമാണെന്നുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ജില്ലാ മെഡിക്കൽ ഓഫീസർ അല്പസമയം മുമ്പാണ് അവിടെ എത്തി ഈ ഒരു വിവരങ്ങളൊക്കെ തന്നെ തേടിയിരിക്കുന്നത്. തിരൂർ ജില്ലാ ആശുപത്രിയിലും കൃത്യമായ ഒരു റിപ്പോർട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചാലക്കുടി സ്വദേശിയായ മിനി, 48 വയസ്സുള്ള മിനി എന്ന് പറയുന്ന നഴ്സിനാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും മറ്റ് അനാസ്ഥകളോ അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ അശാസ്ത്രീയ നിർമ്മാണമോ ഒന്നും തന്നെ അപകടത്തിന്റെ കാരണമെന്നാണ്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടം അത് ഗുരുതരമായ പരിക്കുകൾക്ക് ഉൾപ്പെടെ കാരണമായി എന്നുള്ളതാണ്. മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ.